അപ്പോൾ നമ്മൾ ലോഡ് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത പോയിന്റ് ആണ്. അതായത് നമ്മൾ ലോഡ് ലൈൻ വരച്ചു കഴിഞ്ഞു. അടുത്ത നമ്മുടെ പ്രൊസീജിയറിൽ കിടക്കുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ പറയാം. സീറോ സിഗ്നൽ വാല്യൂസ് ഓഫ് ഐ സി ആൻഡ് വി സി ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ ക്യുസൻ പോയിന്റ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എന്താണ്? ലോഡ് ലൈൻ ആണ്. അപ്പോൾ നമുക്ക് ആ ലോഡ് ലൈൻ ഒന്ന് വരയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോഡ് ലൈൻ. ഈ ലോഡ് ലൈൻ വരച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ലോഡ് ലൈനിൽ നമ്മൾ ഒരുപാട് പോയിന്റ് കൺസിഡർ ചെയ്തു. ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ വി സി ആൻഡ് ഐ സി വാല്യൂ കിട്ടും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ലൈൻ പറഞ്ഞ സമയത്താണ് നമ്മൾ ലോഡ് ലൈൻ വരച്ചത്. ഇനി നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് പോയിന്റിനെ പറ്റിയാണ്. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് ഈ ലൈനിൻ്റെ അകത്ത് സെലക്ട് ചെയ്യണം. അതിനെന്താണ് ഒരു വഴി? അപ്പോൾ അത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ കയ്യിൽ ഒരു വി സി ഐ സി ഗ്രാഫ് നേരത്തെ ഉണ്ടായിരുന്നു. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന വി സി ഐ സി ഗ്രാഫ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു കർവും കൂടെ വന്നിരുന്നു. ആ കർവ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻപുട്ട് കറണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഒരു കർവാണ്. അപ്പോൾ ആ കർവും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കർവ് നമുക്ക് കിട്ടും. അതായത് ഐ ബി ഈസ് ഈക്വൽ ടു 10 മൈക്രോ ആംപിയർ ആണ് ജസ്റ്റ് അസ്യൂം ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഐ ബി ഫിക്സ് ചെയ്തിട്ട് നമ്മളൊരു കർവ് വരച്ചു. ഈ കർവും നമ്മുടെ ലോഡ് ലൈനും തമ്മിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഇല്ലേ? അപ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് എന്ന് പറയാം. നമ്മളിവിടെ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് സെറ്റ് ചെയ്ത് എങ്ങനെയാണ്? ആദ്യം നമ്മളൊരു ലോഡ് ലൈൻ വരച്ചു. ആ ലോഡ് ലൈനിൽ നമുക്ക് കിട്ടിയിരുന്നത് വി സിന്റെയും ഐ സിന്റെയും ഒരുപാട് വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ലൈനായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അതിൻ്റെ അകത്ത് നമ്മളൊരു സ്പെസിഫിക് പോയിന്റ് സെലക്ട് ചെയ്യാണ്. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു ഇൻപുട്ട് കറണ്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നമുക്കൊരു സ്പെസിഫിക് പോയിന്റ് കിട്ടി. ആ പോയിന്റ് ഇവിടെയാണ് കിട്ടിയത്. ഇനി ഇവിടെ തന്നെ ഈ പോയിന്റ് വേണമെന്നുള്ളതിന് എന്താ നിർബന്ധം? നമുക്ക് വേറൊരു ഇൻപുട്ട് കറണ്ട് സെലക്ട് ചെയ്തൂടെ? ഇപ്പം ഞാൻ വേറൊരു ഇൻപുട്ട് കറണ്ട് സെലക്ട് ചെയ്യാണ്. അതായത് ഐ ബി ഈക്വൽ ടു 0 മൈക്രോ ആംപിയർ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കറണ്ട് ഞാൻ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഐ ബി ഈക്വൽ ടു 0 മൈക്രോ ആംപിയർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ജോയിൻ ചെയ്യുന്ന പോയിന്റ് ഇതല്ലേ? ഓക്കെ, ഈ പോയിന്റിലാണ് ജോയിൻ ചെയ്യുന്നത്. ഇനി രണ്ടാമതൊരു കറണ്ടും കൂടെ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഐ ബി ഈക്വൽ ടു മാക്സിമം ഈ സർക്യൂട്ടിൽ പോകാൻ പറ്റിയ ഒരു കറണ്ട്, ഐ ബി സാച്ചുറേഷൻ കറണ്ട്, മാക്സിമം കറണ്ട് ഞാൻ സെറ്റ് ചെയ്യാണ്. അപ്പോഴും എന്ത് പറ്റും? നമ്മുടെ ലോഡ് ലൈനിന് ഇതൊരു പോയിന്റിൽ വെച്ച് ഇന്റർസെക്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് ആണ്. പക്ഷേ നമ്മൾ ഡിഫറെന്റ് ഇൻപുട്ട് കറണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഇൻപുട്ട് കറണ്ട് ആണ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് കട്ട് ഓഫ് റീജിയൻ ആണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ ഈ റീജിയൻ ഇപ്പുറത്തേക്ക് വരുന്നത് സാച്ചുറേഷൻ റീജിയൻ ആണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ട് റീജിയൻസിലും നമ്മുടെ ട്രാൻസിസ്റ്റർ എന്തായിട്ട് വർക്ക് ചെയ്യില്ല? ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഏത് റീജിയനിൽ വരണം? ആക്റ്റീവ് റീജിയനിൽ വരണം. അപ്പോൾ നമ്മുടെ ആക്റ്റീവ് റീജിയനിൽ എവിടെയെങ്കിലും വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാൻ. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഡെഫിനേഷൻ തന്നെ ധാരാളമാണ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് സീറോ സിഗ്നൽ വാല്യൂ ഓഫ് ഐ സി ആൻഡ് വി സി ഈസ് നോൺ ആസ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ സിഗ്നൽ എന്ന് പറയുന്നതിന് ഒരു വലിയ അർത്ഥമുണ്ട്. സീറോ സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടായിട്ട് എ സി സിഗ്നൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മൾ ആംപ്ലിഫൈ ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കാനായിട്ടില്ല. അതിന് മുമ്പുള്ള ഇനീഷ്യൽ സ്റ്റെപ്പാണ് പറയുന്നത്. ആ സമയത്തുള്ള ഐ സി ആൻഡ് വി സി വാല്യൂ, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പ് എത്ര ഐ സി എത്ര വി സി ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിലുണ്ട് എന്നാണ് നമ്മളോട് ഓപ്പറേറ്റിംഗ് പോയിന്റ് പറഞ്ഞു തരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ട്രാൻസിസ്റ്ററിൽ ഇപ്പം ഇൻപുട്ട് കൊടുക്കാൻ പറ്റുമോ, ഇൻപുട്ട് എ സി സിഗ്നൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന വി സി ഐ സി വാല്യൂ കിടക്കുന്നത് ആക്റ്റീവ് റീജിയനിലല്ല എങ്കിൽ ആ സമയത്ത് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ഉറപ്പ് വരുത്താം? നമ്മുടെ ട്രാൻസിസ്റ്റർ ആക്റ്റീവ് റീജിയനിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? മെല്ലെ ഇൻപുട്ട് എ സി സിഗ്നൽ കൊടുക്കാം. അതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ആക്റ്റീവ് റീജിയനിൽ എവിടെയെങ്കിലും വേണമെന്നുള്ള മനസ്സിലായി. പക്ഷേ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ഫിക്സ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി അറ്റ് ദ മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയൻ എന്നാണ് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് റീജിയനിൽ എവിടെയെങ്കിലും പോരാ, ആക്റ്റീവ് റീജിയനിലെ മിഡിൽ തന്നെ നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ഫിക്സ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്. ഇത് ആക്റ്റീവ് റീജിയൻ തന്നെയാണ്. പക്ഷേ ഈ സമയത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു റീജിയനിൽ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻപുട്ട് കൊടുക്കുന്ന സൈനസോയിഡൽ സിഗ്നലാണ്. അതിന്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മുടെ സാച്ചുറേഷൻ റീജിയന്റെ അപ്പുറത്തേക്ക് പോവാം. അപ്പോൾ ഔട്ട്പുട്ടും എന്ത് പറ്റും? സാച്ചുറേഷൻ റീജിയന്റെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഔട്ട്പുട്ട് ക്ലിപ്ഡ് ആയി പോകും. നമുക്ക് എന്ത് കിട്ടില്ല? ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് സിഗ്നലിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു സിഗ്നൽ നമുക്ക് കിട്ടും. ആ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇൻപുട്ട് സിഗ്നലിന്റെ അതേ ഷേപ്പിലായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ പറയാൻ പറ്റും. നമ്മളൊരു സിഗ്നൽ കൊടുത്ത് നമ്മൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന സിഗ്നൽ പകുതി ക്ലിപ്പ് ചെയ്ത സിഗ്നൽ അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഇല്ലാത്ത സിഗ്നൽ ആണെങ്കിൽ ഒരിക്കലും അത് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആക്റ്റീവ് റീജിയന്റെ മുകളിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നതെങ്കിലും താഴെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നതെങ്കിലും ഇതേപോലെ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സൈക്കിളിനെയും ആംപ്ലിഫൈ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ തന്നെ കൊടുക്കണം? ആക്റ്റീവ് റീജിയനിലെ മിഡിൽ തന്നെ ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി അറ്റ് ദ മിഡിൽ ഓഫ് ദ ആക്റ്റീവ് റീജിയൻ. അപ്പോൾ നമ്മുടെ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ലോഡ് ലൈൻ എങ്ങനെ വരയ്ക്കാം, ലോഡ് ലൈൻ വരച്ചതിന് ശേഷം എങ്ങനെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തു വന്ന കാര്യങ്ങൾ നമുക്കൊന്ന് സീരീസ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്ത്? ഒരു ലോഡ് ലൈൻ വരച്ചു. രണ്ടാമത് നമ്മൾ എന്താ ചെയ്ത്? ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്തു. ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെയാണ് ഫിക്സ് ചെയ്തത്? ആക്റ്റീവ് റീജിയനിൽ. ആക്റ്റീവ് റീജിയനിൽ എവിടെയാണ് ഫിക്സ് ചെയ്തത്? മിഡിൽ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇങ്ങനെ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ലോഡ് ലൈനിന്റെ അല്ലെങ്കിൽ ആക്റ്റീവ് റീജിയന്റെ മിഡിൽ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയസിംഗ് എന്ന് പറയുന്നത്. ട്രാൻസിസ്റ്റർ ബയസിംഗ് എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആക്റ്റീവ് റീജിയന്റെ മിഡിൽ ഫിക്സ് ചെയ്യുന്ന പരിപാടിയാണ് ബയസിംഗ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് എന്ത്? ബയസിംഗ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ട്രാൻസിസ്റ്റർ പ്രോപ്പർ ആയിട്ട് ആക്റ്റീവ് റീജിയനിൽ തന്നെ കിടക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മെൻഷർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക? നമ്മൾ ലോഡ് ലൈൻ വരയ്ക്കും, എന്നിട്ട് ഒരു ഇൻപുട്ട് കറണ്ട് അസ്യൂം ചെയ്യും. അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ലോഡ് ലൈൻ. അപ്പോൾ ബയസിംഗിന്റെ ഒരു ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിനിങ് പ്രോപ്പർ ഫ്ലോ ഓഫ് സീറോ സിഗ്നൽ കളക്ടർ കറന്റ് ആൻഡ് പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഈസ് കോൾഡ് ബയസിംഗ്. ഓക്കെ, അപ്പോൾ ബയസിംഗിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത് അല്ലേ? പ്രോപ്പർ ഫ്ലോ ഓഫ് സീറോ സിഗ്നൽ കളക്ടർ കറന്റ്, രണ്ടാമത്തെ കാര്യം പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ്. അപ്പോൾ സീറോ സിഗ്നൽ കളക്ടർ കറണ്ട്, കളക്ടർ എമിറ്റർ വോൾട്ടേജ് ഇത് രണ്ടും പ്രോപ്പർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കാത്ത സമയത്തുള്ള കളക്ടർ കറണ്ട്. അതായത് ഇൻപുട്ടായിട്ട് എ സി സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാനുള്ള എ സി സിഗ്നൽ കൊടുത്തിട്ടില്ല, അതിന് മുമ്പുള്ള കളക്ടർ കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് കളക്ടർ എമിറ്റർ വോൾട്ടേജ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഔട്ട്പുട്ട് കളക്ടർ എമിറ്റർ വോൾട്ടേജ് തന്നെയാണ്. ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് നിങ്ങൾ നോക്കുക. ഈ സർക്യൂട്ടിൽ എന്താണ് പ്രത്യേകത? നിങ്ങൾക്ക് കാണാം, ഔട്ട്പുട്ടിൽ ഞാനൊരു DC വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇൻപുട്ടിൽ ഒരു DC വോൾട്ടേജും കൊടുത്തിട്ടില്ല. പകരം ഞാൻ ഇൻപുട്ടിൽ ഒരു AC സിഗ്നൽ അപ്ലൈ ചെയ്യാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടിൽ ഞാൻ പ്രത്യേകിച്ച് ഇതിനെ ബയസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നലും, ഈ ജംഗ്ഷനെ ഫോർവേഡ് ബയസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നലും അപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേ ഔട്ട്പുട്ടിനെ ഞാൻ കറക്റ്റായിട്ട് ബയസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം, ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവണമെങ്കിൽ ഇവിടെ പോസിറ്റീവ് വരണം. കാരണം ഇത് NPN ട്രാൻസിസ്റ്റർ ആണ്. NPN ട്രാൻസിസ്റ്ററിലെ P സൈഡിൽ പോസിറ്റീവ് വരുമ്പോൾ മാത്രമേ ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ആവുള്ളൂ. ഇവിടെ P സൈഡിൽ പോസിറ്റീവ് വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ പോസിറ്റീവ് ആവുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ആവുന്ന സമയത്ത് ഇത് ഓൺ ആവും. നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് കിട്ടും? ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഇവിടെ ഇൻപുട്ടിൽ നെഗറ്റീവ് സൈക്കിൾ വരുന്ന സമയത്ത് ഈ ജംഗ്ഷൻ ഓൺ ആവില്ല. അപ്പോൾ എന്ത് പറ്റും? ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്തുണ്ടാവില്ല? കറണ്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും.
ഓക്കെ, ഇനി അതേപോലെ അടുത്ത ഇൻപുട്ട് സൈക്കിൾ വരുന്ന സമയത്ത്, അതായത് ഇതിപ്പോൾ സൈക്കിളായിട്ടായിരിക്കും ഇൻപുട്ട് കൊടുക്കുക. അടുത്ത ഇൻപുട്ട് സൈക്കിൾ വരുന്ന സമയത്ത് വീണ്ടും എന്ത് കിട്ടും? നമ്മുടെ ഔട്ട്പുട്ടിൽ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും, പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം പറ്റും നമ്മൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻപുട്ടിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു സിഗ്നൽ അപ്ലൈ ചെയ്ത്, അതായത് DC വെച്ചിട്ട് നമ്മൾ ഇൻപുട്ടിനെ ബൈസ് ചെയ്തിട്ടില്ലെങ്കിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ ഇൻപുട്ടിൽ ഞാൻ ഈ സിഗ്നൽ കൊടുത്തപ്പോഴാണ് എനിക്ക് ഇവിടെ ഔട്ട്പുട്ടിൽ സംഭവം കിട്ടിയത്. അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം കളക്ടർ കറണ്ടിന്റെ വേരിയേഷൻ ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കളക്ടർ കറണ്ട് മൂവ് ചെയ്യുന്നത് നോക്കിക്കോ, തുടക്കത്തിൽ ഇത്രയും ഉണ്ടായിരുന്നു, കുറച്ച് സമയത്ത് ഇത് 0 ആയിപ്പോയി. ഈ 0 ആവുന്ന സമയം ഏതാണ്? നമ്മൾ ഇൻപുട്ടിലെ നെഗറ്റീവ് സൈക്കിൾ വരുന്ന സമയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളക്ടർ കറണ്ടിനെ ഇൻപുട്ട് ഒന്നും കൊടുക്കാത്ത സമയം, അതാണ് ഇവിടെ നെഗറ്റീവ് വരുന്ന സ്പൈക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കളക്ടർ കറണ്ട് നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കാത്ത സമയത്ത് നമുക്ക് കളക്ടർ കറണ്ട് എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിലെ കളക്ടർ കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ 0 സിഗ്നൽ കളക്ടർ കറണ്ട് നമ്മളിവിടെ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഔട്ട്പുട്ടിൽ ഒരു സൈക്കിൾ മിസ്സായി പോയത്. ഇപ്പൊ ഈ സമയത്ത് നോക്കിക്കോ, ഞാനിപ്പം ഓൾറെഡി ഇൻപുട്ടിൽ ബയസിങ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിന്റെ കൂടെയാണ് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത്. ആ സമയത്ത് എന്തായിരിക്കും വ്യത്യാസം വരിക എന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഇൻപുട്ടിലെ സിഗ്നൽ AC സിഗ്നൽ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം, പക്ഷേ ബയസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഔട്ട്പുട്ടിൽ കൂടെ എന്തുണ്ടാവും? ഒരു കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ കളക്ടർ കറണ്ട് ഓൾറെഡി ഇങ്ങനെ കോൺസ്റ്റന്റ് കറണ്ട് ആയിരിക്കും, കാരണം നമ്മൾ DC ആണല്ലോ, AC ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലെവലിൽ ഓൾറെഡി കളക്ടർ കറണ്ട് ഉണ്ടാവും. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഇൻപുട്ടിൽ ബേസ് സിഗ്നൽ ഇവിടെ കൂടുതൽ വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഇവിടുത്തെ ഇൻപുട്ട് കൂടുകയാണ്. ഇവിടുത്തെ ഇൻപുട്ട് കൂടുമ്പം IC വാല്യൂയും കൂടും. ഓക്കെ, ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടും. ഇനി കുറയുന്ന ഇൻപുട്ട് കുറയുന്ന സമയത്ത് IC വാല്യൂ കുറയും, കുറഞ്ഞ മിനിമത്തിലെത്തും, വീണ്ടും കൂടും. ഇപ്പം നോക്കൂ, നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇൻപുട്ടിന്റെ അതേ ഷേപ്പിലല്ലേ? ഇതാണ് നമ്മുടെ 0 വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട്ട് ക്ലിപ്പായോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഓൾറെഡി ഇൻപുട്ട് കൊടുക്കാത്ത സമയത്ത് നമ്മൾ ഒരു IC വാല്യൂ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 0 സിഗ്നൽ കളക്ടർ കറണ്ട് ഓൾറെഡി നമ്മൾ ഇൻപുട്ട് കൊടുക്കാണ്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഔട്ട്പുട്ട് ഡിസ്റ്റോർട്ടഡ് ആവേണ്ടത് നമുക്ക് കിട്ടിയത്. ഇതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് മെയിൻറ്റെയിനിങ് പ്രോപ്പർ 0 സിഗ്നൽ കളക്ടർ കറണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് സാധിച്ചത്? നമ്മളിവിടെ ബൈസിങ് കൊടുത്തപ്പോഴാണ്. അത്രേ ഞാനും പറഞ്ഞുള്ളൂ. ബൈസിങ് സർക്യൂട്ട് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്? പ്രോപ്പർ 0 സിഗ്നൽ കളക്ടർ കറണ്ട് അഷ്വർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതൊരു കാര്യം, വളരെ കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഓർപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഔട്ട്പുട്ട് ക്യാര നമ്മൾ ഇങ്ങനെയാണ് വരച്ചത്. അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് VCEയുടെ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് ശേഷം മാത്രമേ ആക്റ്റീവ് റീജിയൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതായത് അതിനെയാണ് നമ്മൾ നീ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ VCE മിനിമം നീ വോൾട്ടേജ് എങ്കിലും ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് ആക്റ്റീവ് റീജിയനിലേക്ക് എത്തുള്ളൂ. അതാണ് ഈ പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ബയസിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബയസിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർക്യൂട്ട്സിനെ നമ്മൾ ബയസിങ് സർക്യൂട്ട്സ് എന്ന് പറയും. അപ്പോൾ ബയസിങ് സർക്യൂട്ട്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. അതായത് പ്രോപ്പർ 0 സിഗ്നൽ കളക്ടർ കറണ്ട് ഫ്ലോ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ടായിട്ട് AC സിഗ്നൽ കൊടുക്കുന്നില്ല എങ്കിൽ പോലും ഇതിൽ കൂടെ ഒരു IC ഫ്ലോ ചെയ്യണം. അതാണ് നമ്മൾ ലോഡ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്തപ്പോൾ ഒരു പർട്ടിക്കുലർ IC കിട്ടിയില്ലേ? ആ സമയത്ത് നമ്മൾ ഇൻപുട്ട് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് ബയസിങ് സർക്യൂട്ട്. ഇനി നമ്മൾ ഈ ഒരു ബയസിങ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ബയസിങ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, നമ്മൾ ഈ ബയസിങ് പോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ ഈ ബയസിങ് പോയിന്റിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഈ പോയിന്റിൽ ബയസിങ് പോയിന്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിന്നെ മാറാൻ പാടില്ല. ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ കേട്ടോ. ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് AC സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഔട്ട്പുട്ട് വോൾട്ടേജ് മാറും, ഔട്ട്പുട്ട് കറണ്ട് മാറും. അപ്പോൾ ഇതിന്റെ വേരിയേഷൻ മാറും. പക്ഷേ നമ്മൾ എന്ത് ഉറപ്പിക്കണം? ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല, വേറെ എന്തെങ്കിലും ചേഞ്ച് സർക്യൂട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കാരണവശാലും ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്തായിരിക്കണം? സ്റ്റെബിലൈസ് ആയിരിക്കണം. അപ്പോൾ സ്റ്റെബിലൈസ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, VCEയുടെയും ICയുടെയും നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്ന ബേസ് കറണ്ടിന്റെയും ഒരുമിച്ചുള്ള ഒരു വാല്യൂ, മീറ്റിംഗ് പോയിന്റ് ആയിട്ട് വരുന്ന വാല്യൂവിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് മാറാൻ 2 കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഒന്ന് ടെമ്പറേച്ചർ വേരിയേഷനും, രണ്ടാമത്തത് ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ചേഞ്ചുമാണ്. അതായത് ഒന്നാമത്തെ കാര്യം, അതായത് ബയസിന്റെ സ്റ്റെബിലിറ്റിനെ ബാധിക്കുന്ന ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്.
ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പം എങ്ങനെയാണ് ഈ ബയസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറുന്നത് നോക്കാം. ഓപ്പറേറ്റിംഗ് പോയിന്റ് മാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ഐ സിയുടെ വാല്യൂ മാറുക അല്ലെങ്കിൽ വി സിയുടെ വാല്യൂ മാറുക. അപ്പോൾ എന്താവും, ഇത് ഇവിടുന്ന് മാറി ഇപ്പോൾ വേറെ പോയിന്റിലേക്ക് പോയി കിടക്കും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു ട്രാൻസിസ്റ്ററിൽ കൂടെ കുറേ നേരം നമ്മൾ ട്രാൻസിസ്റ്റർ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിൽ കൂടെ കറണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം ആംപ്ലിഫൈഡ് പോർഷൻ എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ കൂടെയാണ് കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് കളക്ടർ റീജിയൻ ആണ് ഔട്ട്പുട്ട്, കളക്ടറിൽ കൂടെ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അത് ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കൂടും. വേറൊരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മൈനോറിറ്റി കറണ്ട് എന്ന് പറയുന്ന ഒരു കറണ്ട് ഉണ്ട്. അതായത് നമുക്കറിയാം ജംഗ്ഷൻ ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ജംഗ്ഷന്റെ അപ്പുറം ഇപ്പുറം ഉള്ള ഡിഫറെന്റ് ഡോപ്പിംഗ്സ് മൈനോറിറ്റി കാരിയേഴ്സ് ഉണ്ടാവും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മൈനോറിറ്റി കാരിയറിന്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ മൈനോറിറ്റി കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് തരം മൈനോറിറ്റി കറണ്ടാണ്. ഒന്ന് കളക്ടർ എമിറ്റർ ജംഗ്ഷനിലെ മൈനോറിറ്റി കറണ്ട്, പിന്നെ ഒന്ന് കളക്ടർ ബേസ് ജംഗ്ഷനിലെ മൈനോറിറ്റി കറണ്ട്. ഈ രണ്ട് മൈനോറിറ്റി കറണ്ടും എന്ത് പറ്റും, കൂടും. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മൈനോറിറ്റി കറണ്ട് കൂടും. പിന്നെ വേറൊരു കാര്യം നമുക്കറിയാം, ഐ സി എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ബീറ്റ ടൈംസ് ഐ ബി പ്ലസ് ICEO എന്നാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ടെമ്പറേച്ചർ കൂടുമ്പം റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. അതായത് മൈനോറിറ്റി കറണ്ടിന് പറയുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്. റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടും. അപ്പോൾ ഇവിടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടുമ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, IC കൂടില്ലേ? കൂടും. അപ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, ICO കൂടുന്നു, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് കൂടുന്നു, IC കൂടുന്നു. ഞാൻ ഓൾറെഡി എവിടെ വെച്ചാൽ തുടങ്ങിയത്, IC ഫ്ലോ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ വീണ്ടും IC കൂടുകയാണ്. അപ്പോൾ വീണ്ടും എന്ത് പറ്റും, ടെമ്പറേച്ചർ കൂടും. വീണ്ടും ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് പറ്റും, ഈ പറഞ്ഞ മൈനോറിറ്റി സംഭവങ്ങളൊക്കെ കൂടും. ഇത് കൂടുമ്പോൾ വീണ്ടും എന്ത് പറ്റും, IC കൂടും. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടിരിക്കും. അവസാനം എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടി 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 നമ്മുടെ ട്രാൻസിസ്റ്റർ ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ആയിപ്പോ. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, തെർമൽ റൺഅവേ എന്ന്. അപ്പോൾ തെർമൽ റൺഅവേ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്, കളക്ടർ കറണ്ട് എക്സസീവായിട്ട് കൂടുന്നു ടെമ്പറേച്ചർ വേരിയേഷൻ കൊണ്ട്. അതിന്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ കൂടുന്നു, എക്സസ് ഹീറ്റ് ആയിട്ട് ടെമ്പറേച്ചർ ട്രാൻസിസ്റ്റർ കത്തിപ്പോകുന്നു. അതിനെയാണ് നമ്മൾ തെർമൽ റൺഅവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണ്, നമ്മുടെ IC എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് മാറിപ്പോവാണ് ടെമ്പറേച്ചറിനനുസരിച്ച്. അതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റുന്നത്. അപ്പോൾ ബയസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് തെർമൽ റൺഅവേ അനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചറിനനുസരിച്ച് മാറാൻ പാടില്ല. അല്ലെങ്കിൽ ടെമ്പറേച്ചറിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിരിക്കണം നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ മാറ്റുന്ന രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ചേഞ്ച് ആണ്. ട്രാൻസിസ്റ്റർ പാരാമീറ്റർ ചേഞ്ച് ആണ്. അതായത് നമ്മളൊരു ട്രാൻസിസ്റ്റർ മാറ്റി വെക്കുക എന്ന് പറയുന്നത്, ഒരു സർക്യൂട്ടിൽ ഓൾറെഡി ഉള്ള ട്രാൻസിസ്റ്റർ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ എന്താണ് മാറുന്നത്, ആ ട്രാൻസിസ്റ്ററിന്റെ മെയിൻ പാരാമീറ്റർ ആയിട്ടുള്ള ബീറ്റയാണ് മാറുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന ബീറ്റ ട്രാൻസിസ്റ്റർ മാറ്റി രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ ചെറുതും രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ നമ്മൾ വെക്കുന്ന ട്രാൻസിസ്റ്ററിന്റെ ബീറ്റ കൂടുതലുമാണെന്ന് വിചാരിക്കുക. ആ ബീറ്റ 1 ആദ്യത്തെ ട്രാൻസിസ്റ്റർ, ബീറ്റ 2 രണ്ടാമത്തെ ട്രാൻസിസ്റ്റർ. അപ്പോൾ ബീറ്റ കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കളക്ടർ കറണ്ട് ഈസ് ഈക്വൽ ടു ബീറ്റ IB എന്നാണ് ഇക്വേഷൻ. ഇതിന്റെ കൂടെ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടും ഉണ്ട്, അത് ചെറുതായതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ബീറ്റ കൂടുന്ന സമയത്ത് IC കൂടില്ലേ? കൂടും. ഈ IC കൂടുമ്പോൾ നേരത്തെ പറഞ്ഞ പരിപാടിയൊക്കെ വീണ്ടും നടക്കില്ലേ? നടക്കും. അപ്പോൾ ബീറ്റ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, IC വാല്യൂ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കാൻ കാരണം, IC എന്ന് പറയുന്നത് ബീറ്റ വാല്യൂവിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബയസ് പോയിന്റ് ഷിഫ്റ്റ് ആവുന്നത്. ഒന്ന് ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന സമയത്ത്, രണ്ടാമത്തത് ട്രാൻസിസ്റ്റർ മാറ്റി അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ മാറ്റി വെക്കാന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ബയസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുക മാത്രമല്ല, അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്ത ഓപ്പറേറ്റിംഗ് പോയിന്റ് സ്റ്റെബിലൈസ് ചെയ്യണം അഗെയിൻസ്റ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ, സ്റ്റെബിലൈസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് അഗെയിൻസ്റ്റ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബയസിങ് സർക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം.